24 റിസൾട്ട് വന്നപ്പോൾ എനിക്കൊരു വിളി വന്നു. ആ വിളിയിൽ ഒരു കരച്ചിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ റിസൾട്ട് വന്നപ്പോൾ വിളി വന്നപ്പോഴും എനിക്ക് എടുക്കാൻ ഒരു പേടിയുണ്ടായിരുന്നു. നേരെ അവിടെ ഇരുന്ന് കരഞ്ഞിട്ടാ പിന്നെ വിളിക്കുന്നത്. ഇത്രയും കഷ്ടപ്പെട്ടതിന്റെ എന്തെങ്കിലും ഒരു ബലം ആ കമ്പ്യൂട്ടറിൽ അങ്ങനെ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം. ലൈഫിന്റെ അവസാനമൊന്നും അല്ല, നമുക്ക് വേറെ എന്തെങ്കിലും വഴി ഉണ്ടാവും. അത് നമ്മൾ കണ്ടുപിടിക്കാനുള്ള കുറച്ച് സമയം എടുക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. നനഞ്ഞല്ലോ ഇനി കുളിച്ച് കയറാമെന്നുള്ള അവസ്ഥ തന്നെയായിരുന്നു മിക്കപ്പോഴും. ഇത് സംഭവിച്ചത് പണ്ട് അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് എന്ന് കണക്ട് ചെയ്ത് വരുമ്പോൾ ഉള്ള ഒരു മൈൻഡ് പിക്ചർ അത് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഏട്ടൻ്റെ കോൺട്രിബ്യൂഷൻ തന്നെയാണ്. സ്വന്തമായി കോൺഫിഡൻസ് കിട്ടുന്ന കാര്യം ആലോചിക്കുക എന്നല്ലാതെ റിസൾട്ട് ഐ നോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹായ് ഓൾ, സൈലത്തിന്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സൈലത്തിന്റെ പുതിയൊരു അച്ചീവറിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ ഉദ്ദേശം. സൈലത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ജില്ലകളിൽ പഠിപ്പിക്കാൻ പോകാറുണ്ട്. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ പഠിപ്പിക്കുന്ന എല്ലാവരോടും ഒരുപാട് സംസാരിക്കും. അത് നിങ്ങൾക്ക് അറിയാം, ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ സംസാരിക്കുന്ന ആളുകളിൽ കുറേ പേര് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ നല്ല സുഹൃത്തുക്കളായിട്ട് മാറും. അതിൽ കുറച്ച് പേര് ഒന്നുകിൽ നമ്മൾ അവരുടെ ഫാമിലിയുടെ ഭാഗമായിട്ട് മാറും, അല്ലെങ്കിൽ അവർ നമ്മുടെ ഫാമിലിയുടെ ഭാഗമായിട്ട് മാറും. അങ്ങനെ ഏകദേശം കഴിഞ്ഞ 3 വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ സുന്ദരിയും സുമകിയും അതിലുപരി സുശീലയുമായ പെൺകുട്ടിയെ നമുക്ക് സൈലത്തിന്റെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ അശ്വതി പരിചയപ്പെടുത്തു, എല്ലാവരും അറിയട്ടെ. എൻ്റെ പേര് അശ്വതി, കോഴിക്കോടാണ് വീട്. CGL 2025 ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ടാക്സ് അസിസ്റ്റന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ടൈപ്പിങ്ങിന് പോയിരിക്കുമ്പോൾ ഉള്ള ഒരു പിരിമുറുക്കം ഇപ്പോൾ ഉണ്ടോ? ടെൻഷൻ ഉണ്ടോ? ടൈപ്പിങ്ങിന് എനിക്ക് പിരിമുറുക്കം ഉണ്ടായില്ല. ആദ്യത്തെ ടൈപ്പിങ്ങിന് പിരിമുറുക്കം ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അത് കുറച്ചുകൂടെ ശ്വാസമൊക്കെ എടുത്തിട്ട് പതുക്കെ. അപ്പോൾ അശ്വതിയുടെ ഒരു യാത്ര പറയുകയാണെങ്കിൽ, ആദ്യമായിട്ട് ഞാൻ കുട്ടീനെ പഠിപ്പിക്കുന്നത് 2023-ലാണ്. 2023-ന്റെ അവസാനം. ഇപ്പം 24 റിസൾട്ട് വന്നപ്പോൾ എനിക്കൊരു വിളി വന്നു. ആ വിളിയിൽ ഒരു കരച്ചിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ റിസൾട്ട് വന്നപ്പോൾ വിളി വന്നപ്പോഴും എനിക്ക് എടുക്കാൻ ഒരു പേടിയുണ്ടായിരുന്നു. കാരണം നമുക്ക് ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാവുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. എൻ്റെ കയ്യിലുള്ള മോട്ടിവേഷൻ വാചകങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇത്തവണ വിളിച്ചപ്പോഴും കരച്ചിൽ തന്നെയായിരുന്നു. പക്ഷെ അത് സന്തോഷ കരച്ചിലായിരുന്നു. റിസൾട്ട് വന്നു, എൻ്റെ പേരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഒരു യാത്ര നമ്മൾ ഓരോ അച്ചീവറിനെ പരിചയപ്പെടുമ്പോഴും ഓരോരുത്തരുടെ കഥ ഓരോ രീതിയിലാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടുന്ന കുട്ടികളുണ്ട്, ഓൺലൈൻ മാത്രം പഠിച്ച് കിട്ടുന്ന കുട്ടി, അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ കണ്ടു. ഈ ഒരു യാത്ര കുറച്ചുകൂടെ ഒരു കഠിനാധ്വാനത്തിന്റെ ഒരു യാത്രയാണ്. കുറച്ചുകൂടെ നല്ല കഷ്ടപ്പാടും നല്ല ഹാർഡ് വർക്കുള്ള ഒരാള് ലക്ക് എന്നൊരു ഫാക്ടർ കൊണ്ടായിരിക്കാം നമ്മൾ ഈ ചുണ്ടിനും കപ്പിനും ഇടയിൽ പോയി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കുറച്ചുകൂടെ എന്താ പറയുക, കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു റിസൾട്ടാണ്. ഞാൻ വേറെ ആരുടെ റിസൾട്ടിനെ കുറച്ച് കാണുന്നല്ല, എന്നാലും കുറച്ചുകൂടെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു റിസൾട്ടാണ്. അപ്പോൾ ഈ ഒരു 2-3 വർഷത്തിന് മുകളിലുള്ള യാത്രനെ എങ്ങനെ നോക്കിക്കാണുന്നു? എങ്ങനെ ഒരു ചുരുക്കി എങ്ങനെ പറയാം? ടഫായിരുന്നു, കുറെ ഹൈസ് ആൻഡ് ലോസ് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് പേര് കൂടെ ഉള്ളത് കൊണ്ട്, നിങ്ങളടക്കം കുറച്ച് പേര് കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഇതുവരെ എത്താൻ പറ്റി. അതിന് സന്തോഷമുണ്ട്. ഈ പറഞ്ഞ പോലെ വിളിച്ചിട്ട് എനിക്ക് റിസൾട്ട് കണ്ടിട്ടും എനിക്ക് കരച്ചിലാണ് വന്നത്. ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് കരഞ്ഞിട്ടാ പിന്നെ വിളിക്കുന്നത്. ഇത്രയും കഷ്ടപ്പെട്ടതിന്റെ എന്തെങ്കിലും ഒരു ബലം ആ കമ്പ്യൂട്ടറിൽ അങ്ങനെ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഏറെക്കുറെ. എങ്ങനെ തുടങ്ങി എന്ന് പറയാം? എങ്ങനെയാണ്, എന്താ പഠിച്ചത്, എങ്ങനെയാണ് ഈ ഒരു SSC എന്നുള്ള പരീക്ഷയെ പറ്റി അറിഞ്ഞേ, എങ്ങനെ ഇതിലേക്ക് എത്തിയത് എന്നൊന്നും? ഞാൻ ലിറ്ററേച്ചർ ആണ് പഠിച്ചത്. ഡിഗ്രി PG ലിറ്ററേച്ചർ കഴിഞ്ഞിട്ട് കുറച്ചു കാലം കോണ്ടന്റ് റൈറ്റിംഗിന് ജോലിക്ക് പോയി. അതൊരു കോർപ്പറേറ്റ് സെറ്റപ്പ് ആയിരുന്നു. കോർപ്പറേറ്റ് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലാക്കി ഞാനോട് നോടി വരിക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും എന്നാലോചിച്ചപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ കോച്ചിങ്ങിന് പോകുന്നുണ്ട്, നീയും വേണമെങ്കിൽ വന്നോ എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ആ വർഷം CGL റിസൾട്ടിൽ വേറെ 2 ഫ്രണ്ട്സ് ഓഡിറ്ററായിട്ടും കസ്റ്റംസിൽ പ്രിവന്റീവ് ഓഫീസറായിട്ടും കയറിയിട്ടായിരുന്നു. അപ്പോൾ ഓക്കെ പറ്റുമോന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. ഇംഗ്ലീഷ് അറിയാം, ഇംഗ്ലീഷ് ബേസ് ഉണ്ട്. ബാക്കി മാത്സ്, +2 വരെ മാത്സ് ഉള്ളത് കൊണ്ട് അതും ഒരു ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പിക്കപ്പ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് കോച്ചിങ്ങിന് വരുന്നത്. കോച്ചിങ്ങിന് ജോയിൻ ചെയ്തപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. വർക്കൗട്ട് ചെയ്യുമ്പോഴൊക്കെ കിട്ടുന്ന സാധനങ്ങളായിരുന്നു. മോക്കിലും ഇംഗ്ലീഷിന് എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നോണ്ട് തന്നെ മറ്റു കുട്ടികളെക്കാട്ടിലും എന്തോ അവിടെ ഒരു ഹൈ ഉണ്ടായിരുന്നു. മാത്സിൽ ഏകദേശം എല്ലാവരെയും പോലെ തന്നെ, എന്നാൽ ഇംഗ്ലീഷിൽ കിട്ടുന്നത് കൊണ്ടുള്ള ഒരു കോൺഫിഡൻസ് കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഓക്കെ സീരിയസ് ആയിട്ട് ഇതിന് തന്നെ ഇരിക്കാം എന്നൊരു പോയിന്റിൽ തോന്നി. അങ്ങനെ ഇരുന്നു. പിന്നെ പ്രിലിംസ് ക്ലിയർ ചെയ്തു. 24 പ്രിലിംസ് ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു പിയർ ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. ആ കുട്ടികളുടെ കൂടെ
മറ്റേ ടൈമറൊക്കെ വെച്ച് മാർക്സ് ഒക്കെ അനലൈസ് ചെയ്ത് ഗ്രൂപ്പിൽ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ഒക്കെ ചെയ്ത് Tier 2 അറ്റൻഡ് ചെയ്തത് മാത്രം ഓർമ്മയില്ല. അത് അതിലിങ്ങനെ മാത്സ് ആണല്ലോ ആദ്യം വരാം, മാത്സ് റീസണിങ് ആണ് ആദ്യം വരാം. അപ്പം ഫസ്റ്റ് 2-3 ക്വസ്റ്റ്യൻസ് മാത്സ് എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ സമയം കൂടുതൽ എടുത്തുകൊണ്ടിരുന്നു. അത് സ്വാഭാവികമായിട്ടും പാനിക്കായി. എനിക്കറിയാം അങ്ങനെ ചെയ്യരുത്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. മറ്റുള്ള മോക്സിലൊക്കെ അങ്ങനെയാണ് ചെയ്തതെങ്കിലും ആ സമയത്ത് എക്സാമിന് ഇരുന്നപ്പോൾ അത് ആയിരുന്നില്ല മനസ്സിൽ. എനിക്ക് കിട്ടുന്നില്ല, എൻ്റെ സമയം പോയിക്കൊണ്ടിരിക്കണം. പിന്നെ മറ്റുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വായിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ബേസിക് ഇംഗ്ലീഷ് ആണ് ക്വസ്റ്റ്യൻസ്. ഇംഗ്ലീഷ് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് വിചാരിച്ച സബ്ജക്ട് ആണ്, അതുപോലും എനിക്ക് കിട്ടുന്നില്ല. ഈ ഒരു സാധനം പല കുട്ടികളും പറയാറുണ്ട്. അതായത് ആദ്യം കണ്ട 2-3 ചോദ്യങ്ങൾ അത് കിട്ടാണ്ടാവുമ്പോഴത്തേക്കും പാനിക് ആവുക എന്നുള്ള സാധനം. ഈ Tier 2ലേക്ക് പോകുന്ന മിക്കവാറും പിള്ളേരോട് നമ്മൾ പറയുന്നത് പറ്റുന്നത്ര മോക്കെടുക്കുക. ചില കുട്ടികൾ അതിരാവിലെ മോക്കെടുക്കും, ചില കുട്ടികൾ പാതിരാത്രി മോക്കെടുക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എപ്പോഴാണോ പരീക്ഷ വരുന്നത് ആ സമയത്ത് മോക്കെടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ നമ്മൾ പാനിക്കാവും. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇത് മോക്കെടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പാനിക്കാവും. അതെടുത്തെടുത്ത് മാത്രമേ ആ ഒരു ശീലം മാറുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം പിന്നെ നീ അങ്ങനെ പ്രിപ്പറേഷനിൽ പാനിക്കായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതായത് മാർക്ക് കുറയുമ്പോൾ ഉറപ്പായിട്ട് ഒരു ലോ ആകും എന്നല്ലാതെ ആദ്യത്തെ ഒരു 3 ചോദ്യങ്ങൾ പിന്നെ ഫ്യൂച്ചർ ഡിസൈഡ് ആയിട്ട് കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അന്നത്തെ ആ ഒരു 3 ചോദ്യങ്ങൾ എളുപ്പമായിരുന്നെങ്കിൽ അതേ വർഷം തന്നെ റിസൾട്ടിലേക്ക് ഉറപ്പായിട്ട് ഉണ്ടായേനെ. അപ്പൊ എല്ലാവരോടും കൂടെ പറയാണ്, ഇത്രയും ചോദ്യങ്ങൾ നമുക്കുണ്ട്. മാത്സിൽ 3 ചോദ്യം കിട്ടിയാലേ മാർക്ക് കിട്ടുള്ളൂന്നില്ല, അല്ലെങ്കിൽ റീസണിങ്ങിൽ കിട്ടിയാലേ മാർക്ക് കിട്ടുള്ളൂന്നില്ല. ആദ്യത്തെ 3 കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ ചോദ്യം മുന്നോട്ടുള്ള ആ ഒരു പേപ്പറിൽ ഉണ്ടാകും. അതുകൊണ്ട് പാനിക്കായിട്ട് Tier 1 ക്ലിയർ ആവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. Tier 2ലേക്ക് പോയിട്ട് ഇത്രയും പഠിച്ചിട്ട് പാനിക്കായിട്ട് കൊണ്ടുപോയി കളയരുത്. ഈ അനുഭവത്തിൽ നിന്ന് നമുക്ക് ആദ്യം പഠിക്കാവുന്ന ഒരു പാഠം അതാണ്. അതിനുശേഷം എങ്ങനെയാ പഠനത്തിന്റെ രീതി മാറ്റിയത്? അതായത് ആ ഒരു സമയം എനിക്ക് ഓർമ്മയുണ്ട്, വല്ലാത്ത ലോയായിരുന്നു, ഒരുപാട് താഴേക്ക് പോയിരുന്നു. പിന്നെ എങ്ങനെയാണ് അതിന് തിരിച്ചു വന്നതും കൺസിസ്റ്റൻസിയിലേക്ക് എത്തിയതും? ഓൾറെഡി 1 വർഷം ട്രൈ ചെയ്തു, മെയിൻസ് വരെ എത്തി. മെയിൻസിൽ മാർക്കും റിസൾട്ടും വന്നപ്പോൾ കുറച്ച് മാർക്കിനെ പോയിട്ടുള്ളൂ. അത് ഇംഗ്ലീഷ് സഹായിച്ചതുകൊണ്ടാവാം, GKയും ഒരുപാട് പ്രാക്ടീസ് ചെയ്തതുകൊണ്ടും ആവാം, കുറച്ച് മാർക്കിനെ പോയിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, ഇതുവരെ എത്തി, ഇനി ഒന്നുകൂടെ ശ്രമിക്കാതെ ബാക്കോട്ട് പോവരുത് എന്ന് സ്വയം തോന്നി. അങ്ങനെ പാനിക്കിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക എന്നാണ് ആദ്യം ആലോചിച്ചത്. അത് കാരണമാണ് പോയത്, അതിന് പറ്റരുത് എന്നുള്ളത് കൊണ്ട് സ്വന്തമായി മെഡിറ്റേഷൻ ആ രീതിക്ക് ശ്രമിച്ച്. എല്ലാ ദിവസവും ഒന്നും പറ്റിയിട്ടില്ല, റെഗുലറായിട്ട് ചെയ്തിട്ടുമില്ല. എന്നാലും മോക്ക് എടുക്കുമ്പോൾ കിട്ടിയില്ല, മോക്കല്ലേ സാരില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അവസാനത്തേക്ക് പിന്നെയും എന്താ പറയുക, എക്സാമിന് ഇപ്പം കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരും ലൈഫിൽ. ഇതില്ലെങ്കിൽ ലൈഫിന്റെ അവസാനമൊന്നും അല്ല, നമുക്ക് വേറെ എന്തെങ്കിലും വഴി ഉണ്ടാവും. അത് നമ്മൾ കണ്ടുപിടിക്കാനുള്ള കുറച്ച് സമയം എടുക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ചിന്ത കുറച്ചുകൂടെ ആഴത്തിൽ സ്വയം പറഞ്ഞ് പഠിപ്പിച്ച്. എന്തോ ഒരു പ്ലാൻ ബി ഉണ്ടെന്നുള്ള സാധനം ഈ പ്രിപ്പറേഷനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോയി. അശ്വതിയുടെ ഒരു പ്രോഗ്രസ് ട്രാക്കിംഗ് ഷീറ്റ് ഉണ്ട്, ഒന്നുമില്ല, ഒരു ഗൂഗിൾ ഷീറ്റ് ആണ്. അപ്പൊ ഈ ഒരു ഗൂഗിൾ ഷീറ്റ് കുറച്ച് നാളുകളായിട്ട് ഞാൻ ഇങ്ങനെ മോണിറ്റർ ചെയ്യുന്ന സാധനം. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ Tier 2 കഴിഞ്ഞപ്പോൾ വലിയൊരു ഗ്യാപ്പ് അതിനകത്ത് വന്നു. ഡെയിലി ബേസിൽ സാധനം ഫില്ല് ചെയ്യാതിരിക്കുക, ടെസ്റ്റിന്റെ റിസൾട്ട് ഫില്ല് ചെയ്യാതിരിക്കുക. പക്ഷെ അതിനുശേഷം അത് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ ഫില്ല് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞൊരു സാധനം എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകളുണ്ടാവും. എനിക്കങ്ങനെ പറ്റാറില്ല. അങ്ങനെ പറ്റുന്ന ആളുകൾ പൊതുവെ കുറവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങളാണെങ്കിൽ തന്നെയും ഒരു ദിവസം ഒരു Tier 2 എടുത്തു, അടുത്ത ദിവസം എടുക്കാൻ തോന്നുന്നില്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്രേക്ക് എടുക്കാതെ എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ ആ ദിവസവും കൊണ്ടുവരിക. ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, പ്രോഗ്രസ് എപ്പോഴും ട്രാക്ക് ചെയ്യുക. കാരണം ഒരു പോയിന്റിൽ നമുക്ക് തോന്നാം, എന്തിനാ ഞാൻ ഇത് തുടങ്ങിയത്, വേണ്ടായിരുന്നല്ലോ എന്നൊരു ചിന്ത ഒരു പക്ഷേ തോന്നിയേക്കാം. അപ്പോൾ നിങ്ങളെ പുഷ് ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളെ പുഷ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു പ്രോഗ്രസ് ഷീറ്റാണ്. ഞാൻ ആദ്യത്തെ ടെസ്റ്റിന് മേടിച്ച മാർക്ക് ഇത്രയാണ്, ഇപ്പോൾ എൻ്റെ മാർക്ക് ഇത്രയാണ്, അതുകൊണ്ട് എനിക്ക് കിട്ടാനുള്ള സാധ്യത ഇത്ര കൂടുതലാണ് എന്നൊരു സാധനം. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ചോദ്യം തോന്നിയിട്ടുണ്ടോ? പുല്ല് തുടങ്ങണ്ടായിരുന്നു? ഇല്ല, തുടങ്ങി കഴിഞ്ഞ് ഇതുവരെ എത്തിയില്ലോ. മറ്റേ നനഞ്ഞല്ലോ ഇനി കുളിച്ച് കയറാന്നുള്ള അവസ്ഥ തന്നെയായിരുന്നു മിക്കപ്പോഴും. മാർക്ക് കുറയുമ്പോഴൊക്കെ ഓക്കെ, മാർക്ക് കുറഞ്ഞു, പക്ഷെ ഓക്കെ, നല്ല ക്വസ്റ്റ്യൻസ് കിട്ടി, ടഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ചാൻസ് ആണ്, ആ ക്വസ്റ്റ്യൻസ് നോക്കാം എന്നൊക്കെ ചിന്തിച്ച് മാർക്ക് കുറഞ്ഞത് മൈൻഡ് ചെയ്യാതെ തിരിച്ചു വരും. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പം എനിക്ക് സൊല്യൂഷൻ മനസ്സിലാകുന്നുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് എൻ്റെ കയ്യിൽ ഇല്ല, സാധനം ഇല്ല എന്നുള്ളതല്ല. ആ ഒരു സമയത്ത് എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ആ ഒരു സമയത്തിനുള്ളിൽ, ഇപ്പോൾ ഒരു മിനിറ്റിനുള്ളിൽ എനിക്ക് കിട്ടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിന് വീണ്ടും സ്പീഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത്, കാൽക്കുലേഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്ത്, മാത്സ് ആണ് ഞാൻ ബേസിക്കലി
കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തത് മാത്സ് ആണ്. എൻ്റെ കയ്യിലില്ല എന്നൊരു തോട്ട് എവിടെയോ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കണോണ്ട് അതിന് കൂടുതൽ എഫേർട്ട് ഇടണം. അപ്പൊ അതാണ് കൂടുതലായിട്ടും നോക്കിയിട്ടുണ്ടായിരുന്നത്. എത്തിച്ചു. അപ്പൊ ആദ്യം ഓഫ്ലൈൻ ആയിട്ടാണ് പഠിച്ചത്, പിന്നീടാണ് ഓൺലൈൻ ആയിട്ട് പഠിച്ചത്. ഇതില് സൈലത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു പറയാമോ? ഈ ഒരു യാത്രയിൽ ഓരോ വിഷയങ്ങളും ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളതും വീക്ക് ആയിട്ടുള്ള വിഷയം, സ്ട്രോങ് ആയിട്ടുള്ളത് കുറച്ച് എക്സ്ട്രാ ഇൻഫർമേഷൻ, വീക്ക് ആയിട്ടുള്ള വിഷയത്തിൽ ഫൗണ്ടേഷൻ മുതൽ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ സപ്പോർട്ട്, ഇതിൽ സൈലം എന്ന് പറയുന്ന നമ്മുടെ ടീമിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്ന് ബ്രീഫ്ലി പറയാമോ? സൈലത്തിന്റെ കോൺട്രിബ്യൂഷൻ മെയിൻലി ക്ലാസ്സസ് ഞാൻ Tier 2ന്റെ ബാച്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് GK ബൂസ്റ്റർ ബാച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ Tier 2 എല്ലാ സബ്ജക്ട്സും ഉണ്ടായിരുന്നു. അപ്പം GK ആണ് ഏറ്റവും കൂടുതൽ അവിടുന്ന് എനിക്ക് എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്നു എന്ന് ഞാൻ വിചാരിച്ചൊരു സാധനം എളുപ്പത്തിൽ ഇപ്പം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, മോക്കെടുക്കുമ്പോൾ ഇങ്ങനെ അനലൈസ് ചെയ്യണം. ഇപ്പം പണ്ട് ഞാൻ പഠിച്ചിരുന്ന ഒരു രീതിയുണ്ട്. ഞാനൊരു പാരഗ്രാഫ് വായിച്ചിട്ട് അത് മെമ്മറൈസ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നോക്കും, എന്നിട്ട് അത് വിടും. പക്ഷെ ഒരു ടൈം ലൈൻ കണക്ട് ചെയ്യുക, മൊത്തത്തിൽ ആദ്യം തൊട്ട് അവസാനം വരെ എന്തെല്ലാം സംഭവിച്ചു, ഇത് സംഭവിച്ചത് പണ്ട് അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് എന്ന് കണക്ട് ചെയ്ത് വരുമ്പോൾ ഉള്ള ഒരു മൈൻഡ് പിക്ചർ, അത് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഏട്ടൻ്റെ കോൺട്രിബ്യൂഷൻ തന്നെയാണ്. പിന്നെ കൂടാതെ മാത്സിലും അതെ പിന്നെ അത് കൂടാതെ മാത്സ് ഷാനിബാമിന്റെ ക്ലാസ് ആണെങ്കിലും ഗൂഗിൾ സാറിന്റെ ക്ലാസ് ആണെങ്കിലും രണ്ടുപേരും കുറെ എളുപ്പപ്പണികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പം ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അത് ചെയ്യണമെന്നില്ല ഉത്തരത്തിലേക്ക് എത്താൻ. ഇപ്പൊ ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇന്ന നമ്പറിന് മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് മതി, നമുക്ക് ആ ഒരു 5 സെക്കൻഡിനുള്ള സാധനം തീരും. അപ്പം അങ്ങനെ രണ്ടുപേരും നല്ല രീതിക്ക് ക്ലാസ്സസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സ് അനുശ്രീ മിസ്സിന്റെ ക്ലാസ് ആണെങ്കിലും പത്രം വായിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്, നമുക്ക് എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതെങ്ങനെ അതിന് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതും നമുക്കത് അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് ഒരു പ്രാക്ടീസ് ഇല്ലെങ്കിൽ അത് നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പം കറണ്ട് അഫയേഴ്സിന് എന്തെല്ലാം വരും, ഇന്ന കാര്യങ്ങളാണ് ഇത്രയും കാലമായിട്ട് SSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു പാറ്റേൺ മനസ്സിലാക്കി പിന്നെ പത്രം വായിക്കുമ്പോൾ എങ്ങനെ അത് യൂസ് ചെയ്യണം എന്നുള്ളത് അത് അനുശ്രീ മിസ്സിന്റെ ക്ലാസ്സിൽ നിന്നാണെങ്കിലും ഏട്ടൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണെങ്കിലും അത് കിട്ടിയിട്ടുണ്ട്. പത്രവായന സ്ഥിരമായിട്ടുണ്ടായിരുന്നോ? പത്രവായന ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്തൊക്കെ നല്ലോണം മറിച്ച് നോക്കും, കാര്യങ്ങൾ വായിക്കും എന്നല്ലാതെ ക്വസ്റ്റ്യൻ എങ്ങനെ ഇതിൽ നിന്ന് വരും എന്നുള്ളത് അത് പിന്നീടാണ് അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നത്. അത് ബാക്കിയുള്ള ഫാക്കൽറ്റിയിലേക്ക് വരുന്നതിന് മുന്നേ ഈ പത്രവായനയുടെ കാര്യം പറയുമ്പോൾ പത്രവായന എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ കാണുന്നതിൽ 10 ൽ 9 പേരും റെഗുലർ ആയിട്ട് ചെയ്യാത്തൊരു സാധനമാണ്. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പത്രം വായിക്കുക. സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പൊളിറ്റിക്സ് മാത്രം പറയുന്ന, എല്ലാത്തിലും പൊളിറ്റിക്സ് പറയും, അത് മാത്രം പറയുന്ന പത്രം നോക്കാതിരിക്കുക. ഇംഗ്ലീഷ് പത്രം വായിക്കുക. അത് മലയാളത്തിനോട് ഇഷ്ടക്കുറവ് കാരണമല്ല, അതിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ഈ പരീക്ഷയ്ക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നത്. പത്രം വായിക്കുമ്പോൾ കോംപ്രിഹെൻഷൻ റീഡിങ്, ഈ അടുത്ത SSC കഴിഞ്ഞ വർഷത്തെ അവരുടെ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷന്റെ സോഴ്സ് പറഞ്ഞു, അത് കൂടുതലും ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ വലിയൊരു സോഴ്സാണ്. അത് കോംപ്രിഹെൻഷൻ വായിച്ച് ഇംഗ്ലീഷിലെ ടൈം മാനേജ്മെന്റ് എന്നുള്ള സാധനം ഇപ്പോൾ കുറച്ച് പ്രാധാന്യം കൂടി വന്നിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ വൊക്കാബ് ബിൽഡ് ആവും. പിന്നെ ഈ പറഞ്ഞതുപോലെ കറണ്ട് അഫയേഴ്സ് ആകട്ടെ, ഹിസ്റ്ററിയിലുള്ള സാധനം ആകട്ടെ, ഇപ്പോൾ എനിക്ക് ഉറപ്പാണ് കഴിഞ്ഞ ഒരു മാസത്തിൽ ഒരു 15 ദിവസം നിങ്ങൾ പേപ്പർ വായിച്ചിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് ഒരു 2-3 ചോദ്യങ്ങൾ കിട്ടും. കാരണം ഇന്ത്യൻ പോളിറ്റിയുടെ പ്രധാനപ്പെട്ട കുറേ ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട്. ഡീലിമിറ്റേഷൻ വന്നിട്ടുണ്ട്, പഞ്ചായത്ത് ഇലക്ഷൻ വന്നിട്ടുണ്ട്, സ്റ്റേറ്റ് ലെവൽ ഇലക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ പത്രം വായിക്കുക എന്ന് പറയുന്നത് ഇഫ് യു ആർ എ ബിഗിനർ തുടങ്ങുക, അതിന്റെ നാക്ക് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ ആള് പറഞ്ഞ പോലെ ഒരു ആർട്ടിക്കിൾ കാണുമ്പോൾ എല്ലാം വായിക്കുക പോസിബിൾ അല്ല. ഒരു ആർട്ടിക്കിൾ കാണുമ്പോൾ അത് പരീക്ഷയ്ക്ക് വരുമോ എന്ന് മനസ്സിലാക്കാൻ ഇത്തിരി സമയം എടുക്കും. അതിന് നിങ്ങളുടെ ബേസ് സെറ്റ് ആവണം, കുറച്ചുകൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ അറിയണം. അപ്പൊ അതുവരെ പത്രം വായന എന്നുള്ള ശീലം കണ്ടിന്യൂ ചെയ്യുക, ഇതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന്റെ ബെനിഫിറ്റ് കിട്ടിയ ആളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ബാക്കിയുള്ള വിഷയങ്ങൾ എങ്ങനെയായിരുന്നു? PYQs എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്? ഇപ്പം ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്ന ആൻസർ ആയിരിക്കില്ല SSCന്റെ ആൻസർ. അപ്പൊ ആ രീതിക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്? അപ്പൊ അശ്വിൻ സാറിന്റെ ക്ലാസ്സൊക്കെ ആ രീതിക്ക് വൊക്കാബ്, ഇപ്പം ഇംഗ്ലീഷ് ആസ് എ ലാംഗ്വേജ് നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും വൊക്കാബ് എപ്പോഴും ചോദിക്കണമെന്ന് നമുക്ക് അറിയണമെന്നില്ല. അത് മിക്കപ്പോഴും അത് ഈ DK പറയുന്ന പോലെയാണ്, എല്ലാ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടണമെന്നില്ല എന്ന് പറയുന്ന പോലെ വൊക്കാബ് എല്ലാ വേർഡ്സും നമുക്ക് അറിയണമെന്നില്ല. അപ്പം അത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അതിന് അശ്വിൻ സാറിൻ്റെ PPTs ഒക്കെ വെച്ചിട്ട് കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സയൻസ്, ഞാൻ +2 സയൻസ് ബാച്ച് ആയിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് ബേസ് കയ്യിലുണ്ടായിരുന്നു. കൂടെ അജയ് സാറിൻ്റെ ക്ലാസ്സസും കൂടി ആയപ്പം ഓരോന്നും കുറച്ചുകൂടെ റിവൈസ് ചെയ്യാൻ പറ്റി. പണ്ടത്തേതൊക്കെ ഓർത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വീണ്ടും SSC എങ്ങനെയാണ് ചോദിക്കുന്നത്, SSC എന്താണ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ് പറ്റിയിട്ടുള്ളത്. റീസണിങ് ഈ പറഞ്ഞ പോലെ ഇതെല്ലാത്തിൻ്റെ ഒരു അവിയൽ സാധനമാണ് റീസണിങ്. GK വരാം, മാത്സ് വരാം, ഇംഗ്ലീഷ് വരാം,
ഇപ്പം മറ്റേ വേർഡ് റിലേഷൻ വെച്ചിട്ട് ഇംഗ്ലീഷ് ചോദിക്കാം, സയൻസ് ചോദിക്കാം, എന്ത് വേണേൽ ചോദിക്കാം. അപ്പോൾ അതിൽ അരുൺ സാറാണെങ്കിലും നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോന്ന് അതിന് സമയമെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ബേസിക്കലി എല്ലാവരുടെ ക്ലാസ്സസും നല്ല യൂസ്ഫുൾ തന്നെയായിരുന്നു, മൊത്തത്തിലെല്ലാം ഹെൽപ്ഫുൾ ആയിരുന്നു. CVT2 ബാച്ചിൽ നമ്മുടെ ഫോക്കസും അത് തന്നെയായിരുന്നു. അതായത് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാച്ച് ആയിരിക്കില്ല CVT2 എന്ന് പറയുന്നത്. നമ്മളെല്ലാം ഒന്നിനും ഒട്ടി പറഞ്ഞ പോലെ ഹിസ്റ്ററി റിപ്പീറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം നടന്ന കാര്യം അത് പണ്ട് കണക്ട് ചെയ്ത് അങ്ങനെ ആയിരിക്കില്ല നമ്മൾ പഠിപ്പിക്കുന്നത്. ഒരു ബേസ് ലെവൽ നോളജ് ഉള്ള ടയർ 1 ക്ലിയർ ആവാൻ കഴിയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ടയർ 2ലേക്ക് പോകാൻ പറ്റുന്നത്, അതാണ് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ്, ഏറ്റവും കൂടുതൽ ലെവൽ 2 ലെവൽ 3 ചോദ്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരിക്കും CVT2 ബാച്ചിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നേരത്തെ സംസാരിച്ച പ്രണവാണെങ്കിലും നേഹയാണെങ്കിലും CVT2 ബാച്ചിൽ എല്ലാവരും ഉണ്ടായിരുന്നു എന്നുള്ളതും ഹെൽപ്ഫുൾ ആയിരുന്നു എന്നുള്ളതും. അപ്പോൾ 3 പേരിലും കോമൺ ആയിട്ട് ഞാൻ കാണുന്ന ഒരു സാധനം അതാണ്. ഇത് കൂടാതെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇപ്രാവശ്യം റിസൾട്ട് വന്നപ്പോൾ നീ സന്തോഷം പറയാനായിട്ട് വിളിച്ചു, വിഷമം പറയുന്ന ആളുകളാണ് കൂടുതൽ, ചെറിയ മാർക്കിൽ പോകുന്ന ആളുകൾ. അതിൽ ഏറ്റവും വിഷമമുള്ള വസ്തുത 330കളും 40കളും ഉള്ള ആളുകൾ കമ്പ്യൂട്ടറിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്ത സമയത്ത് എനിക്കൊരു പ്രിലിംസ് ഒരു 0.5 താഴെ പോയിട്ടുണ്ട്. എനിക്കപ്പോൾ ആരുടെയും ഉപദേശം വേണ്ട, എനിക്ക് ആരുടെയും മോട്ടിവേഷൻ വേണ്ട. കാരണം ഞാൻ അപ്പോൾ ആഗ്രഹിക്കുന്നത് മോട്ടിവേഷൻ അല്ല, എനിക്കെന്താ വേണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികളും എന്താ ചെയ്യേണ്ടതെന്ന് വയ്ക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് വിഷമിക്കരുതെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല, കാരണം വിഷമിച്ചു പോകും. അപ്പോൾ ഒരിക്കലും ആ ഒരു ഫേസിലൂടെ കടന്നു പോയ ഒരാളാണ് അശ്വതി. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നേക്കാളും കുറേ കൂടെ നല്ലപോലെ ഈ ഒരു ചെറിയ മാർക്കിന് ഇപ്രാവശ്യം പോയ കുട്ടികൾ അടുത്ത 2 മാസത്തിൽ പരീക്ഷനെ ഫേസ് ചെയ്യാനായിട്ട് സ്ട്രോങ് ആയിട്ട് വരുന്ന കുട്ടികളാണ്. അവരോട് എന്താ പറയാനുള്ളത്? എന്ത് ചെയ്താൽ കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും? അങ്ങനെ ജനറലായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് വർക്കായതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവനവൻ എന്താണ് വർക്കാകുന്നത് എന്നുള്ളത് അവനവൻ തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ എനിക്ക് പ്രശ്നം വന്നത്, ഫസ്റ്റ് അറ്റംപ്റ്റിൽ പ്രശ്നം വന്നത് പാനിക്കായി എന്നുള്ളതാണ്. അത് അഡ്രസ്സ് ചെയ്ത് സെക്കൻഡ് അറ്റംപ്റ്റ് കൊടുത്തു. എനിക്ക് ആ സെക്കൻഡ് ടൈം എഴുതി പുറത്തിറങ്ങിയപ്പോൾ പാനിക് ആവാതെ എഴുതാൻ പറ്റി എന്നുള്ളതിലായിരുന്നു ഞാൻ സന്തോഷിച്ചിരുന്നത്. കിട്ടുമോ കിട്ടില്ലേ അതെൻ്റെ കയ്യിലല്ല. കഴിഞ്ഞ തവണത്തെക്കാട്ടിലും ഞാൻ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തു. പാനിക് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻസ് പോയില്ല, പാനിക് ആയില്ല. അങ്ങനെ മാത്രം, അതിൽ മാത്രമേ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ ഫൈനൽ റിസൾട്ടിനെ ഭയക്കാതെ അവനവൻ്റെ അറ്റംപ്റ്റ് ഓക്കെ ആണോ എന്ന് സ്വയം ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ലക്ക് എന്നുള്ള ഫാക്ടറും എല്ലായിടത്തും ഉണ്ട്, എസ്പെഷ്യലി കോമ്പറ്റേറ്റീവ് എക്സാംസിന് നല്ലപോലെ ഉണ്ട്. അപ്പം നമ്മൾ ആ എക്സാം എഴുതുന്ന സമയത്ത് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മളത് ചെയ്തോ. അപ്പോൾ മോക്ക് എടുക്കുമ്പോഴും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മളത് ചെയ്തോ എന്ന് മാത്രം നമ്മൾ അനലൈസ് ചെയ്താൽ മതി. മോക്കാണെങ്കിൽ അതെവിടെയാണ് നമുക്ക് പറ്റാതെ പോയത്, അത് നമ്മൾ അഡ്രസ്സ് ചെയ്ത് അടുത്ത മോക്ക് എടുക്കുക. അങ്ങനെ സ്വന്തമായി കോൺഫിഡൻസ് കിട്ടുന്ന കാര്യം ആലോചിക്കുക എന്നല്ലാതെ റിസൾട്ട്, ഐ നോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, പക്ഷെ അത് ഇല്ല, അങ്ങനെയാണെങ്കിൽ റിസൾട്ട് വരും. അതായത് നമ്മുടെ പ്രോഗ്രസ് ഷീറ്റ് നമുക്ക് വീണ്ടും എടുക്കാം. കഴിഞ്ഞ ടയർ 2 ഇനി വീണ് പോയടുത്തുനിന്ന് ഈ ഒരു വലിയ ബ്രേക്ക് വന്നു, അടുത്ത ആദ്യത്തെ മോക്ക് എടുത്തപ്പോൾ ഏകദേശം അതേ മാർക്കിന് കിട്ടുന്നുണ്ട്. അതായത് ചെറിയ മാർക്കിന് പോയ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പിന്നെ ഒരു ബിഗിനർ അല്ല. നിങ്ങൾക്ക് പിന്നെ ആവശ്യം നമുക്ക് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ഒരു കോൺഫിഡൻസ് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അത് തിരിച്ചു പിടിക്കാൻ നല്ലൊരു ബ്രേക്ക് എടുക്കാൻ വേണമെങ്കിൽ യാത്ര പോകാം, ഓടാനോ ചാടാനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് പോകാം. അപ്പോൾ അങ്ങനെ ഒരു ഹെൽത്തി ബ്രേക്ക് എടുത്ത ഒരാളാണ്. അതിനുശേഷം ആൾ തിരിച്ചു വന്ന് വീണ്ടും എടുത്ത മോക്കിൽ എവിടെയാണോ നമ്മൾ നിന്നത് അതിൽ വലിയ ഏറ്റക്കുറച്ചില്ലാത്തൊരു മാർക്ക് കിട്ടി. പിന്നെ അത് എളുപ്പത്തിൽ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യുന്നവർ ഒരുപാട് പേര് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. അത് ഉറപ്പായിട്ടും വരാൻ പോകുന്ന പരീക്ഷയിൽ നമ്മളെ കുറച്ചുകൂടെ നല്ല റിസൾട്ടിലേക്ക് കൊണ്ടുവരും. വരാൻ പോകുന്ന പരീക്ഷ എഴുതുന്നുണ്ടല്ലോ അല്ലെ, ഇതുകൊണ്ട് നിർത്താൻ ഉദ്ദേശമില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ചില ആളുകൾക്ക് UPSC ട്രൈ ചെയ്യണം, ചില ആളുകൾക്ക് SSC തന്നെ അടുത്ത് ട്രൈ ചെയ്യണം. അങ്ങനെ ആഗ്രഹങ്ങൾ ഒരുപാടുള്ള ആളുകളാണ്. കാരണം എല്ലാവർക്കും ചെറിയ പ്രായമാണ്. ഇതിൽ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസ് അവരൊന്നുകിൽ വീട്ടിൽ നിന്നായിരിക്കും പഠിക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി ഹോസ്റ്റലിലേക്കായിരിക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് പഠിക്കുക എന്ന് പറയുന്നത് അതിനൊരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം ഓടിച്ചാടി നടന്ന് ശീലിച്ച നമ്മുടെ സ്വന്തം മുറിയിലിരുന്ന് പഠിക്കാൻ പറ്റും. നമ്മൾ ഇഷ്ടപ്പെട്ട നമ്മുടെ എൻവയോൺമെന്റിൽ നിൽക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കിട്ടും, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളെ കാണാൻ പറ്റും. ഇതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. വീട്ടിൽ നിന്ന് പിള്ളേർ പഠിക്കാതിരിക്കും, ഇത്രയൊക്കെ ബെനിഫിറ്റ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിൽക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ കാര്യം നാട്ടുകാരുടെ ചോദ്യങ്ങൾ കുറെ വരും, ബന്ധുക്കളുടെ ചോദ്യങ്ങൾ കുറെ വരും. എന്താ മോളെ ഒന്നും ആയില്ല എന്നുള്ള ചോദ്യം വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ
ഉൾവലിയും. ഇപ്പോൾ പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ചിരുന്ന ഒരു ഓഫ്ലൈൻ സെന്ററിലോ ഹോസ്റ്റലിലോ മറ്റോ പോയിരുന്ന് പഠിക്കുമ്പോൾ കിട്ടുന്നൊരു ഇമ്പാക്ട് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുമ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു പിയർ ഗ്രൂപ്പാണ്. അപ്പൊ അശ്വതി കഴിഞ്ഞൊരു 3 വർഷത്തിൽ പരമായിട്ട് എപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങിയോ അപ്പോൾ മുതൽ വീട്ടിലാണ്. അപ്പൊ എനിക്ക് മനസ്സിലായൊരു കാര്യം, അത്രയും കംഫർട്ടബിൾ ആയിട്ട് ഇത്രയും നാൾ വീട്ടിലിരുന്ന് പഠിച്ച ജോലിയിലേക്ക് എത്തണമെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ഇല്ല എന്നല്ല, നിന്റെ കോൺട്രിബ്യൂഷൻ കൂടാതെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് വീട്ടുകാരുടെ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ അശ്വതിക്ക് ഇപ്പൊ ഈ കിട്ടിയ റിസൾട്ടിന്റെ ആ ഒരു പ്രധാനപ്പെട്ട കാരണം അശ്വതിയുടെ ഹാർഡ് വർക്കാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം വീട്ടില് സ്ട്രോങ് പില്ലേഴ്സ് ആയിട്ട് നിന്നിട്ടുള്ള അച്ഛനും അമ്മയുമാണ്. അപ്പൊ ഈ ഒരു അച്ചീവ്മെന്റ് നമ്മൾ പറഞ്ഞു തീർക്കുന്നതിന് മുന്നേ അവരെ കൂടെ ഉൾക്കൊള്ളിച്ച് അവരുടെ കൂടെ അശ്വതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കേട്ടില്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? അപ്പൊ നമുക്ക് വളരെ ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ അശ്വതിയുടെ അച്ഛനും അമ്മേനെയും ഈ ഒരു പരിപാടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. അപ്പൊ നമ്മള് ഇത്ര പേര് ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് ആദ്യമായിട്ടല്ല. പിന്നെ വീട്ടിലെല്ലാവരോടും കൂടി ഇരുന്ന് ഭയങ്കര ഇൻഫോർമലായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു സിനിമ കാണുക, അതൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഫഷണൽ സെറ്റപ്പിൽ ഇരിക്കുമ്പോൾ എന്തോ ഒരു അനാവശ്യ പ്രൊഫഷണലിസം ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ആദ്യം നമുക്ക് അച്ഛനിലേക്ക് വരാം. അച്ഛൻ്റെ ഡിറ്റോ കോപ്പിയാണ് അശ്വതി, അല്ലെങ്കിൽ അശ്വതിയുടെ ഡിറ്റോ കോപ്പിയാണ് അച്ഛൻ. എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലാന്ന് എനിക്കറിയാം. എന്നാലും ആ ചോദ്യത്തിന് അതിൻ്റെ ഒരു ഭംഗി ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, എന്ത് തോന്നുന്നു? ഒരു സന്തോഷം, അഭിമാനം. നല്ല ഉത്തരം. അങ്ങനെ ഒരു രീതിയിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഒരു ജോലി, അതിനനുസരിച്ചുള്ളൊരു പഠിത്തം. അപ്പോൾ ആ പഠിത്തം കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ പോയിട്ടുള്ള ക്ലാസ്സുകൾ, അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ ഉപയോഗിക്കുന്ന സമയം, നമ്മൾക്ക് പഠിക്കുക എന്ന് ഏകദേശം LKG മുതൽ തന്നെ പറയേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഒരു മോളായിരുന്നു. ഒന്ന് പഠിത്തം മതിയാക്കോ എന്നൊക്കെ ഇടയ്ക്ക് ചോദിക്കേണ്ടി വരാറുണ്ട്. അപ്പം അത് നോക്കുമ്പോൾ നമുക്കത് ഒരു എന്താ പറയുക, അത് കിട്ടും എന്ന് ഉറപ്പായിരുന്നു. അല്ലെങ്കിൽ നാളെ എന്തായാലും അത് അച്ചീവ് ചെയ്യും എന്നുള്ളത് 100% ഉറപ്പായിരുന്നു. അതിപ്പോൾ ഈ സമയത്ത് കിട്ടിയപ്പോൾ എല്ലാം കൊണ്ടും സന്തോഷം. കൊള്ളാം. ആദ്യമായിട്ടാണ് ഒരു അച്ഛനും വന്നിട്ട് പഠിത്തം മതിയാക്കൂ എന്ന് പറയണേ. അമ്മയ്ക്ക് എന്താ പറയാനുള്ളേ? അച്ഛൻ പറഞ്ഞ പോലെ തന്നെ സന്തോഷം. ക്യാമറ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും സന്തൂർ മമ്മിയാണ്. പിന്നെ ഇംഗ്ലീഷ് എളുപ്പമായിരുന്നു എന്ന് അശ്വതി പറഞ്ഞെങ്കിലും നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു വലിയ കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ HOD കൂടിയാണ് ആള്. അപ്പോ അതായിരിക്കും അല്ലേ ഇംഗ്ലീഷിലേക്ക് ഇത്രയും ഗുണം ചെയ്തത്. നീ പറഞ്ഞു, എന്നോട് പറയാൻ പറഞ്ഞാണ് അമ്മ പ്രത്യേകിച്ച്, നീ എന്നെ പറ്റി ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞു. ഇനി പറഞ്ഞോളൂ അമ്മ, എന്തൊക്കെയാ തോന്നുന്നത്? സന്തോഷം, അതിലുപരിയായിട്ട് കൃതാർത്ഥത, നന്ദി ഒരുപാട് പേരോട്, നീ അടക്കം ഒരുപാട് പേരോടുള്ള നന്ദി. പിന്നെ ഈ പറഞ്ഞ പോലെ കമ്മിറ്റഡ് ആണ് അവള്. ഇംഗ്ലീഷ് ആയിരുന്നല്ലോ, അപ്പൊ 5 വർഷത്തോളം ഇംഗ്ലീഷ് തന്നെ പഠിച്ച് നെറ്റ് ക്ലിയർ ചെയ്തു. ഫസ്റ്റ് റാങ്കോട് കൂടിയിട്ടാണ് MA പാസ്സായത്. അപ്പൊ എൻ്റെ വഴിയിലേക്ക് വരുന്നില്ലല്ലോ എന്നുള്ളത്, അത് പേഴ്സണലായിട്ട് എൻ്റെ സബ്ജക്റ്റിനോടുള്ള ഒരു പാഷൻ കാരണം എനിക്ക് ചെറിയ പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും അവൾ ഇതാണ് തീരുമാനം എടുത്തത്. ഇനി അങ്ങോട്ട് കോളേജിലേക്കുള്ള വേക്കൻസികളൊക്കെ കുറവാണ് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ജോലി എനിക്ക് അത്യാവശ്യമാണ്, ഞാൻ ഇതാണ് തിരഞ്ഞെടുക്കുന്നത്. അവളുടെ സ്വന്തം തീരുമാനമായിരുന്നു. അതിന് മുഴുവൻ സപ്പോർട്ടോടുകൂടി ഞാനും അച്ഛനും നിന്നു. പിന്നെ കമ്മിറ്റ്മെന്റ് ആൻഡ് ഹാർഡ് വർക്ക്, പിന്നെ പെർസിവിയറൻസ്. അത് ഒരു തവണ പോയി എന്നുള്ളത് എനിക്ക് തോന്നുന്നു അതൊരു പിന്നീട് ആദ്യം ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നെങ്കിലും വളരെയധികം വാശിയോട് കൂടിയിട്ട് പിന്നെ അതിലേക്ക് തന്നെ വന്നു എന്നുള്ളത് സന്തോഷം തോന്നി. കാരണം ഒരു പരീക്ഷയിലുള്ള വിജയമോ അല്ല നമുക്ക് പ്രധാനം, ലൈഫിനെ നേരിടാനുള്ള ഒരു കരുത്ത്. അതായത് കുട്ടികൾക്ക് അത് കിട്ടി എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിട്ട് ഞാൻ ഇതിൽ കാണുന്ന ഏറ്റവും വലിയ ജോലി. ഓഫ് കോഴ്സ് അതിൽ യാതൊരു സംശയമില്ല, അതിൽ സന്തോഷമുണ്ട്. ഒരു സെറ്റിൽമെന്റ് ഈ പ്രായത്തിലാവുന്നു എന്നുള്ളതിലുള്ള സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് ജീവിതത്തെ നേരിടാൻ തക്കവണ്ണം അവനോനിലൊരു വിശ്വാസം വന്നു എന്നുള്ളത് ഇതിന്റെ ഒരു ബോണസ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ അതിന്റെ കൂടെ ഒരു സഹോദരനായി നിന്നെയും ഇതിലൂടെയാണ് കിട്ടിയത് എന്നുള്ളതും ഞങ്ങളെ സംബന്ധിച്ച് അവളുടെ ലൈഫിനെ കുറിച്ചും അവളുടെ സ്വഭാവത്തെ കുറിച്ചും ഒരു വ്യക്തി എന്ന നിലയിൽ ആലോചിക്കുമ്പോൾ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
പാരന്റ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രഷർ പൊതുവെ ഇവിടെ സംസാരിക്കാറില്ല ആരും തന്നെ. അതായത് കുട്ടികൾ യൂഷ്വലി എനിക്ക് അനാവശ്യ പ്രഷർ വീട്ടിൽ നിന്ന് വരുന്നുണ്ട്. ഞാനും പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അനാവശ്യ പ്രഷർ വരുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ അവർക്ക് കിട്ടുന്ന പ്രഷറിന്റെ ഒരു 10% ആയിരിക്കും ചിലപ്പോൾ അവർ മക്കളിലേക്ക് കൊടുക്കുക. അപ്പൊ അങ്ങനെ ഒരു പ്രഷർ രണ്ടുപേർക്കും എവിടെന്നെങ്കിലും മോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു വിഷമം വന്നിരുന്നോ, അല്ലെങ്കിൽ അത് എത്രത്തോളം മുകളിലേക്ക് എത്താതിരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്? കാരണം ഇത് കാണുന്ന ഏതെങ്കിലും മാതാപിതാക്കൾക്ക് മേ ബി ദേ വിൽ ഫീൽ ബെറ്റർ. ഇല്ല, അങ്ങനൊരു പ്രഷർ കിട്ടിയിട്ടില്ല. ചെറിയ രീതിയിൽ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ഞങ്ങൾ ഫംഗ്ഷനുകൾക്കൊന്നും അങ്ങനെ പോകാറില്ല. കാരണം ഇവിടെ കിട്ടില്ല. അവിടെ വന്നു കഴിഞ്ഞാൽ അവര് ചോദിക്കും ഞങ്ങളോട്. അപ്പൊ അവര് ചോദിക്കുന്നതിന്റെ പ്രഷറാണ് ഞങ്ങൾക്ക് കിട്ടാറ്. അത് കൂടുതലായിട്ട് ഇവൾക്കാണ് കിട്ടിയിരുന്നത്. അപ്പൊ അത് ഞങ്ങളും കൂടി ആലോചിക്കുമ്പോൾ എന്നാ പിന്നെ ആ ഫംഗ്ഷന് പോകണം, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ പോകാം. അപ്പൊ എവിടെ ബാക്കിയുള്ളവർ എവിടെ നോക്കുമ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ, പഠിത്തം, ജോലി തിരക്കിലാണ്, അതുകൊണ്ട് ഞാൻ മാത്രമേ വന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഏകദേശം കഴിഞ്ഞൊരു 3 കൊല്ലമായിട്ട് ഞങ്ങളും അതുമായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നു. അമ്മയ്ക്കോ? അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം കുട്ടി വരുന്നില്ല എന്ന് പറയുമ്പോൾ അത് എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിലും അതിനെക്കാട്ടിലും ഇമ്പോർട്ടന്റ് ആണ് അവളുടെ മാനസിക നില. അപ്പൊ അതുകൊണ്ട് അവളെ നിർബന്ധിക്കാതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പരസ്പരം എടുത്തൊരു തീരുമാനം. ഒന്നുകൂടി പറഞ്ഞു നോക്കണോ എന്ന് ഞാൻ പറഞ്ഞാൽ പോലും അച്ഛനാണ് പറയാ, വേണ്ട അവള് വരുന്നില്ലെങ്കിൽ ഇനി രണ്ടാമത് അവളോട് പറയണ്ട എന്ന്. അപ്പൊ പിന്നെ ഈ പറഞ്ഞ പോലെ അത് എനിക്ക് തോന്നുന്നു മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾക്ക് ആ ഒരു സപ്പോർട്ട് കുട്ടിക്ക് കൊടുക്കേണ്ടതാണ്. കാരണം പിന്നീടെല്ലാം വരും, പിന്നെ ഫങ്ഷൻസും വരും. ഇപ്പം ഒഴിവാക്കാനാവാത്ത മരണം പോലുള്ള സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും വരണം. പക്ഷെ എവിടെ ചെല്ലുമ്പോഴും ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യുമ്പോൾ അവൾക്ക് ഉണ്ടാവുന്നത് എന്താ ഇംഗ്ലീഷ് എടുത്തിട്ട് അതിന് പോവാത്തത്, PG കഴിഞ്ഞിട്ട് എന്താ PhDക്ക് പോവാത്തത്. പൊതുവെ ഇത്ര കഴിവുള്ള ഒരു അമ്മയുടെ മകളാവുമ്പോഴത്തേക്കും കമ്പാരിസൺ വരും. നമ്മൾ ചരിത്രത്തിൽ നോക്കുമ്പോ, ഞാൻ തമാശ അറിയില്ല, ഇപ്പോ ചന്ദ്രഗുപ്ത മൗര്യൻ, ആളുടെ മകൻ ബിന്ദുസാരൻ, അശോകൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും 2 തലമുറയുടെ പ്രഷറാ. ശരിക്കും ഇത്രയും കഴിവുള്ള ഒരു അമ്മയുടെ മകളാകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു അച്ഛനാ പ്രഷർ ഇടയ്ക്ക് വന്നിട്ടുണ്ടാവൂലേ? ഇത്ര കഴിവുള്ള ഒരാളുടെ ഭർത്താവുമ്പോ ആ ഒരു പ്രഷർ വന്നിട്ടില്ല? ചെറുതായിട്ടുണ്ടാവൂലേ? അച്ഛൻ്റെതായ രീതിയിൽ കഴിവുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് ഈ കണക്ക് അവള് പറഞ്ഞല്ലോ, ഇപ്പൊ ഇംഗ്ലീഷ് തന്നെ അവൾക്ക് ബേസ് ഉണ്ട്. അത് ഓക്കെ, അത് എന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാവണമെന്നൊന്നും അല്ല. അത് അവളുടെ വായനയിലൂടെ അവള് ഇംപ്രൂവ് ചെയ്തെടുത്താണ്. അതിൽ എന്റെ കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ലാന്ന് തന്നെ എനിക്ക് പറയാം. പക്ഷെ ഈ കണക്ക് 5 വർഷം വിഷ്ണു അവള് യാതൊരു ടച്ചും ഇല്ലാതിരുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പൊ അതിൽ അവള് ഫോക്കസ് ചെയ്തു, ഓക്കെ, അത് അവളുടെ ഷെയർ ഉണ്ട്. പക്ഷെ ആ ഒരു കണക്കിന്റെ ആ ഒരു ഫ്ലെയർ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ നിന്ന് തന്നെയാണ് അത് കിട്ടിയിരിക്കുന്നത്. കാരണം എന്നെ സംബന്ധിച്ചിട്ട് എനിക്കിപ്പോഴും വിരൽ വേണം കൂട്ടാൻ. പക്ഷെ അത് അവൾക്ക് 5 വർഷത്തെ ടച്ച് വിട്ടിട്ടും അത് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റിയെങ്കിൽ എനിക്ക് തോന്നുന്നു അത് കുറച്ച്, അതെ, അവിടെയാണ് നീ പറഞ്ഞ ചരിത്രം വാലിഡ് ആവുന്നത് തോന്നുന്നു. അല്ലാതെ എന്റെ ഭാഗത്തൊന്നും ആയിരിക്കില്ല. അപ്പോ അശ്വതിയുടെ കാര്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ എലമെന്റും നല്ലപോലെ പോയിട്ടില്ല. ഹാർഡ് വർക്ക് അന്നും ഇന്നും ഒരുപോലെയായിരുന്നു. ലക്ക് എന്നൊരു ഫാക്ടർ ആദ്യം നല്ലപോലെ പോയിട്ടില്ല. ആളുടെ വീട്ടുപേരും നമ്മുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്താ വീട്ടുപേര്? നമ്മുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അപ്പോ ആ എഴുതിയ ചേച്ചിന്റെ പേര്, അതിന്റെ കഥ, അതിന്റെ കോണ്ടെക്സ്റ്റ്, കാസ്റ്റിന്റെ ഒരു എലമെന്റ് പറയുന്നുണ്ട്. ഇന്ത്യൻ സിനാരിയോയിലാണ്, മലയാളം, നമുക്ക് കോട്ടയം ഭാഗത്താണ് കഥ പറയുന്നത്. ഇതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള സാധനം. അതായത് നമ്മൾ ജയിച്ചു കഴിയുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ ഒരുപാട് പേര് വരും, ഭയങ്കര സപ്പോർട്ട് നമുക്ക് കിട്ടും. അത് നമുക്ക് കാണാൻ പറ്റും പൊതുവെ. പക്ഷേ ഇത് കാണുന്ന ഓരോ കുട്ടിയും, ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ കുട്ടിയും നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ട് ആഗ്രഹിച്ചിട്ടുള്ളത് നമ്മൾ തോറ്റു പോകുമ്പോഴാണ്. അപ്പോൾ തോറ്റു പോകുമ്പോൾ നമുക്ക് പോകാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം നമ്മുടെ വീടായിരിക്കും. അപ്പോൾ അങ്ങനെ എപ്പോഴും തോറ്റൊരു സമയത്ത് വീട്ടിൽ നിന്ന് കിട്ടിയ ആ ഒരു സപ്പോർട്ട്, അതിവിടെ ഞാൻ എടുത്ത് വീണ്ടും 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 പറയുകയാണ്. ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ അവർ തോറ്റുപോയി കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ വരും. ഇപ്പോൾ CGL റിസൾട്ട് വന്നു. CHSL-നും ഇതുവരെ അറിഞ്ഞതിൽ 1 ഓഫ് ദ ബെസ്റ്റ് മാർക്സ് അശ്വതിൻ്റെയാണ്. അപ്പോൾ ഒന്ന് വന്നാൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും, അപ്പം നമ്മളും കൂടെ ഉണ്ടാവും. എന്നിരുന്നാലും ഇതുപോലെ ഒന്ന് വീണ് പോകുന്ന സമയത്ത് കൂടെ നിൽക്കുക, അതായിരിക്കും ഒരു ആസ്പിരന്റിന് കിട്ടാൻ വേണ്ടി പോകുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ടീമും നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. സൈലത്തിന്റെ ടീമും നിങ്ങളെ ഫ്രണ്ട്സിനെ കുറിച്ചാണെങ്കിലും ടീച്ചേഴ്സിനെ കുറിച്ചാണെങ്കിലും ഈ പറഞ്ഞ പേരുകളൊക്കെ വീട്ടിൽ
ഞങ്ങൾക്ക് നല്ലോണം കേട്ട് പരിചയമുള്ളതാണ്. അപ്പൊ ആ ടീം അവളുടെ കൂടെ സപ്പോർട്ടായിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു റിലീഫായിരുന്നു. കാരണം ഫുൾ സപ്പോർട്ടും നമ്മൾ തന്നെ മാതാപിതാക്കൾ തന്നെ കൊടുക്കുക എന്നുള്ളതിലുപരിയായിട്ട് എനിക്ക് തോന്നുന്നു ആ പിയർ ഗ്രൂപ്പിന്റെയും ടീച്ചേഴ്സിന്റെയും, നമ്മൾ ചെറിയ കുട്ടികളോട് പറയാറില്ലേ, അച്ഛനമ്മ പറഞ്ഞാൽ കേൾക്കില്ല പക്ഷെ ടീച്ചേഴ്സ് പറഞ്ഞാൽ കേൾക്കും. അപ്പൊ അത് ആ കാര്യം വലിയ രീതിയിൽ അവളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസമായിരുന്നു. അത് കഴിഞ്ഞ തവണ വന്ന പ്രണവിനോട് ഞാൻ പറഞ്ഞു, അതായത് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ടീമാണ്. ഈ പറഞ്ഞ ഒരാൾ പോലും ഈ ടീം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഈ ടീമിനെ കുറെ ആളുകൾ വീട്ടിൽ അറിയാം, ഒരു എവിടെയൊക്കെയോ വീട്ടിലൊരു അംഗത്തിനെ പോലെ ആവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ഈ ഒരു പ്ലാറ്റ്ഫോം തന്ന സൈലത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങൾ സ്വയം നന്ദി പറയുന്നു. ഞങ്ങളുടെയും നന്ദി. ഒറ്റ വാക്കിൽ പറയാം, സൈലം പ്ലസ് ഹാർഡ് വർക്ക് ഈസ് ഈക്വൽ ടു സക്സസ്. രഞ്ജി പണിക്കരെ പോലെയാണ്, മാസ ഡയലോഗ് മാത്രം പറയുന്ന ഒരാളാണ്. ഇത് അവസാനിക്കുന്നതിന് മുന്നേ അശ്വതിയോട് പറയാനുള്ളത്, എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, ഇപ്പോൾ ലൈഫിൽ നല്ലൊരു ഫേസിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് നിർത്തില്ലാന്നും ഇനി മുന്നോട്ട് പോകുന്ന എനിക്കറിയാം. പോകുന്ന യാത്രയിൽ നിന്നോട് സഹായം ചോദിച്ചു വരുന്ന 2-3 പേരുണ്ടാവും. ഇത് എല്ലാവരോടും പറയുന്നതാണ്, എങ്ങനെ പഠിച്ചു, ചേച്ചിക്ക് എങ്ങനെ കിട്ടിയത്, എനിക്കൊന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ യാതൊരു മടിയും കൂടാതെ നീ പറഞ്ഞു കൊടുക്കുമെന്ന് എനിക്കറിയാം. പറഞ്ഞു കൊടുക്കുക. നമ്മൾ എത്തുന്നതിൻ്റെ കൂടെ തന്നെ ഒരു കൂട്ടം ആളുകളെയും നമുക്ക് എത്തിക്കാനായിട്ട് പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഒരുപാട് സന്തോഷത്തോടെ, ഒരുപാട് അഭിമാനത്തോടെ എല്ലാ ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് എനിക്ക് സാധിക്കട്ടെ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.